കുഞ്ഞൂട്ടൻ്റെ കഥ തുടർച്ചയിലേക്ക്. കുഞ്ഞൂട്ടന് സങ്കടം വന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. കണ്ണീർ തൂവി അവൻ പറഞ്ഞു, പൊയ്ക്കോളൂ, എവിടെയായാലും നിനക്ക് നല്ലത് വരട്ടെ. പിന്നെയും പലരും വന്ന് കുഞ്ഞൂട്ടന് വില പറഞ്ഞെങ്കിലും 20 നാണയം തന്നാലേ കഴുതയെ വിൽക്കൂ എന്ന നിലപാടിൽ അയാൾ ഉറച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞതും പരിക്കൻ മുഖവും വട്ട തൊപ്പിയുമുള്ള ഒരാൾ വന്നു. 20 നാണയം, 1/4 കാശ് കുറയില്ല. കഴുതവണ്ടിക്കാരൻ ആവർത്തിച്ചു. പണം തരാം, പക്ഷെ ഇല്ലാത്ത ഗുണം പറഞ്ഞ് നിങ്ങളെന്നെ പറ്റിക്കുക. അയാളുടെ സംശയം മാറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. എന്ത് പണിയും ചുറുചുറുക്കോടെ ചെയ്യും ഈ കഴുതക്കുട്ടൻ. അയാൾ വാചാലനായി. പിന്നൊന്നും പറയാതെ അയാൾ മടിക്കുത്തിൽ നിന്നും നാണയം എണ്ണി കഴുതവണ്ടിക്കാരന് കൊണ്ടു പറഞ്ഞു, ഓർമ്മിച്ചോ, ഈ കഴുതക്കുട്ടൻ ഇനി എനിക്ക് സ്വന്തം. കഴുതവണ്ടിക്കാരൻ അവനെ കയ്യാൾക്ക് മാറി. അയാൾക്കൊപ്പം നടക്കുമ്പോൾ അവൻ ചിന്തിച്ചു, ഒരപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി ഈ കാലമാടൻ എന്നെ എങ്ങോട്ടാണോ കൊണ്ടുപോവുക? ലക്ഷണം കണ്ടിട്ട് അവർ അറവുകാരനല്ലെന്ന് തോന്നുന്നു. കുറേ ദൂരം നടന്ന് അവർ അയാളുടെ വീട്ടുമുറ്റത്തെത്തി. സാമാന്യം നല്ല വീടായിരുന്നു അത്. അതിനോട് ചേർന്ന് വലിയൊരു തുണിക്കൂടാരവും അവൻ കണ്ടു. എന്താവും ഇത്? പെട്ടെന്ന് സ്വന്തം മനസ്സിനെ അവൻ വിലക്കി. അറിഞ്ഞിട്ടെന്തിനാ? വിശപ്പകറ്റാൻ ഭക്ഷണവും ദാഹം തീർക്കാൻ കുറച്ചു വെള്ളവും മുടങ്ങാതെ കിട്ടിയാൽ പോരെ? അയാൾ അവനെ കുതിരാലയത്തിൽ കെട്ടിയിട്ടു. മറ്റു കുതിരകളെയൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. അവന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടാതെ വരില്ലെന്ന് വിചാരിച്ചു നിൽക്കെ അയാൾ കുറെ ഉണങ്ങിയ വൈക്കോൽ പുല്ലുവട്ടിയിൽ കൊണ്ടുവന്ന് നിരത്തി. കള്ളക്കഴുതേ, ഞാനൊരു രഹസ്യം പറഞ്ഞേക്കാം. ഇതെല്ലാം വലിച്ചുവാരി തിന്ന് ദഹനക്കേട് പിടിപ്പിക്കണേ. ആവശ്യത്തിനുള്ള മാത്രം വലിച്ചു കയറ്റിയാൽ മതി, അയാൾ പുച്ഛസ്വരത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ വൈക്കോല് തിന്നാൻ പോവല്ലേ. വല്ല കഞ്ഞിയോ വെള്ളോ ഇത്തിരി വറ്റോ കിട്ടിയാൽ നോക്കാം. ഉണക്ക വൈക്കോലും തിന്നാൻ എൻ്റെ പട്ടി വരും. കുഞ്ഞൂട്ടൻ പിറുപിറുത്തു. അവൻ വൈക്കോൽ തിന്നാതെ അയാൾ ശ്രദ്ധിച്ചു. വൈക്കോൽ തുറമ്പിൽ കുത്തിവെച്ചിരുന്ന മുട്ടൻ വടിയുമായി അയാൾ ആക്രോശിച്ചു. മര്യാദക്ക് വൈക്കോൽ തിന്നോ. അവൻ അത് കേട്ട ഭാവം നടിച്ചില്ല. അഹങ്കാരി, നിനക്ക് തിന്നുന്നതിന് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നുണ്ടോ? നിന്നെ കൊണ്ട് ഈ വൈക്കോൽ തീറ്റിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ മുട്ടൻ വടികൊണ്ട് കുഞ്ഞൂട്ടൻ പിൻകാലിൽ ആഞ്ഞടിച്ചു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോഴും അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു.